ദൈവം രാജാവായ ദൈവരാജ്യത്തിലെ പൗരന്മാർ അനുവർത്തിക്കേണ്ട നിയമങ്ങൾ നൽകിയ ദൈവം അത് പാലിക്കുവാൻ മനുഷ്യന് വേണ്ട കഴിവ് പകർന്നു നൽകുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഉള്ളിലാക്കി. മഴ പോലെ കാലാകാലങ്ങളിൽ കൃപ ചൊരിയുകയും ചെയ്തിരിക്കുന്നു. വഴിയും സത്യവും ജീവനുമായവനെ അയച്ചത് പാപികളായ മനുഷ്യകുലത്തെ മാനസാന്തരപ്പെടുത്തി പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനിലൂടെ ആവശ്യമായ കൃപ നമുക്ക് നൽകുവാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് മനുഷ്യനിലുള്ള മനുഷ്യാത്മാവിനെ ശക്തീകരിച്ച് നേർവഴിയിൽ നടത്തുകയും നിത്യജീവന് വേണ്ടി ഒരുക്കുകയും ചെയ്യുന്നു. മനുഷ്യനുള്ള ആത്മാവാണ് അവനിൽ പ്രാണനായി പരിണമിച്ചിരിക്കുന്നത്. ആ പ്രാണനാണ് ജീവൻ നിലനിർത്തുന്നത്. ഭ്രൂണത്തിന് പുക്കിൾക്കൊടിയിലൂടെ അമ്മയുമായി ബന്ധിക്കപ്പെട്ടതുപോലെ മനുഷ്യജീവൻ ആത്മാവിലൂടെ ദൈവവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യാത്മാവിനെ അവകാശിയായ ദൈവം തിരികെ വിളിക്കുമ്പോൾ ശരീരത്തിൽ നിന്നും ജീവൻ വേർപെടുന്നു, അല്ലെങ്കിൽ പ്രാണൻ നഷ്ടപ്പെടുന്നു. പിന്നീട് ദേഹിയും ആത്മാവും മാത്രമേ ഉള്ളൂ. വാങ്ങിപ്പോയ ദേഹിയും ആത്മാവും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്നു എങ്കിലും മനുഷ്യനേത്രങ്ങൾക്ക് അവയെ കാണുവാൻ സാധിക്കില്ല എന്നത് ഒരു സത്യമാണ്. ദേഹിയിലും ദേഹത്തിലുമുണ്ടാകുന്ന സാത്താൻ്റെയും ലോകത്തിൻ്റെയും പ്രലോഭനത്തെയും അടിമത്തത്തെയും അതിജീവിച്ച് വിശുദ്ധനായ ദൈവത്തെ അനുകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവായ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് മനുഷ്യാത്മാവിലൂടെ മനുഷ്യനെ ഏകസത്യദൈവമായ ക്രിസ്തുവിനെ അറിഞ്ഞ് നിത്യജീവനായ അവനോടൊപ്പമുള്ള ആത്മാവിൻ്റെ എന്നേക്കുമുള്ള വാസത്തിനായി സത്യമാകുന്ന ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് നമ്മെ വഴി നടത്തുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെ അനുകരിക്കുവാൻ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അതുപോലെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കേണ്ടതുണ്ട്. അതെ, ദൈവത്തെ അനുകരിക്കുവാൻ സ്നേഹം കൂടിയേ തീരൂ. അവൻ്റെ വചനം പ്രമാണിക്കുന്നവരിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാം ദൈവത്തെപ്പോലെ സ്നേഹത്തിൽ തികഞ്ഞു വരുവാൻ അവൻ്റെ വചനം പ്രമാണിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.